എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണത് 4 മാസം മുമ്പ് നമ്മ ചെറുകിഴങ്ങ് ചാക്കി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടത് ഇപ്പൊ പടർന്ന് കേറി മരത്തിന്റെ പൊക്കത്തെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ നടണേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ചെറുകിഴങ്ങൊക്കെ നടാന്ന് വെച്ചാൽ നമുക്ക് വലിയ വളങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ കരിയിലകളും മണ്ണും ഒക്കെ കൂടെ വാരി നിറച്ചിട്ടാണ് നമ്മ ചെറുകിഴങ്ങ് നട്ടിട്ടുള്ളത്. ഇനിയിപ്പോ ചാക്കിൽ നട്ടേക്കണെന്ന് വെച്ചാൽ ചാക്കിന്റെ പകുതി ഭാഗത്താണ് നമ്മ ആദ്യം കരിയിലും ഈ മണ്ണൊക്കെ കൂടെ നിറച്ചിരുന്നത്. എന്നിട്ട് പിന്നെ ആവണ കരിയിലകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണ കണ്ട. അപ്പൊ നമുക്ക് പറമ്പിലെ കരിയിലൊക്കെ നമുക്ക് വളമാക്കി മാറ്റുകയും ചെയ്യാം. നമുക്ക് ഇതേപോലെ കണ്ട ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് പാഴ്മരം. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരമാണ്. അപ്പൊ ഇതുമ്മലേക്ക് ഇങ്ങനെ പടർന്ന് കയറി പോയേക്കാണ്. അപ്പൊ ഈ ചെറുകിഴങ്ങെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടിയിൽ കണ്ട ഇതേപോലെ നട്ടിട്ട് ഇത് മേപ്പോട്ട് വള്ളി കേറിയിട്ട് എത്രത്തോളം ഉയരത്തിലേക്കാണോ പോണത് അത്രത്തെ ഉയരത്തിലോട്ട് പോകുന്നവർ അടിയിൽ ഇഷ്ടം പോലെ കിഴങ്ങ് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ നടുമ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പാഴ്മരങ്ങളുടെ ഒക്കെ ചോട്ടിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലവും വേണ്ട, പ്രത്യേകിച്ച് പടർത്താനും സ്ഥലം വേണ്ട. ഇതിങ്ങനെ കേറി പടർന്ന് പോയിക്കോളും കണ്ട. അപ്പൊ വിളവെടുക്കാനാവുമ്പോന്ന് വെച്ചാല് ഇതിന്റെ ഇലകളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. പിന്നെ ചെറുകിഴങ്ങിന്റെ വള്ളികളുണ്ട്. ഇതുമല്ലൊക്കെ ഒരു മുള്ളു പോലെ ഉണ്ട് കേട്ടോ കണ്ട, മുള്ളുണ്ട്. അപ്പൊ ഈ മുള്ളുള്ള വള്ളികളാണ്. അപ്പൊ നമ്മൾ ചെറുകിഴങ്ങ് എന്ന് പറഞ്ഞാൽ പുല്ലൻകിഴങ്ങ്, നനകിഴങ്ങ്, അങ്ങനെ പല പേരിലൊക്കെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടണത്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഒരു കിഴങ്ങിന്റെ വെറൈറ്റിയാണ് ഈ പുല്ലൻകിഴങ്ങ്. ഒരുപാട് പേരാണ് പുല്ലൻകിഴങ്ങിന്റെ ആവശ്യമായിട്ട് നമ്മ വിത്തുകൾ ഇപ്രാവശ്യം ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നട്ടേക്കണവരൊക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണമല്ലോ. അപ്പൊ നമ്മ ഇട്ട് കൊടുക്കണ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താല് നമുക്ക് ചാക്ക് നിറച്ച് ചെറുകിഴങ്ങ് വിളവെടുക്കാം. ഇത് നമ്മ അടക്കാമരത്തുമ്പോ പടർത്തിയേക്കണ കണ്ട. അപ്പൊ ഇതേപോലെ അടക്കാമരത്തുമ്പോഴും നമുക്ക് പടർത്താം. അടക്കാമരത്തുമ്പോൾ എന്ന് വെച്ചാൽ കണ്ട അങ്ങോട്ട് പൊക്കത്തേക്ക് പോയിക്കോളൂ ഇത് പടർന്ന്. അപ്പൊ ഈ ചാക്കുകളിലും നമ്മ ചെറുകിഴങ്ങ് തന്നെയാണ് നട്ടുകൊടുത്തേക്കണം. അപ്പൊ ചാക്കുകളിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ മരത്തിന്റെ ചുറ്റും നമുക്ക് ചാക്കുകൾ വെക്കാം. അപ്പൊ നമ്മുടെ ഈ സ്ഥലങ്ങളും പോകൂല. നമുക്ക് എല്ലാ സ്ഥലവും നമുക്ക് കൃഷിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് സ്ഥലത്തിന്റെ ആവശ്യവുമില്ല. പിന്നെ പറമ്പിലെ കരിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കരിയിലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചെറുകിഴങ്ങ് കൃഷി ചെയ്യാൻ ചെയ്യാം. ചെറുകിഴങ്ങ് എന്ന് പറയാൻ ഭയങ്കര ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ നട്ടിരുന്നാണ് ഈ ചെറുകിഴങ്ങ്. എല്ലാ വീടുകളിലും നട്ടിരുന്നാണ്. പിന്നെ അന്യം നിന്ന് പോയിട്ട് പലർക്കും ചെറുകിഴങ്ങിനെ പറ്റി അറിഞ്ഞുകൂടി ഇപ്പോഴാണ് ഒരുപാട് ആളുകൾ ഈ ചെറുകിഴങ്ങ് ആവശ്യപ്പെട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിലോട്ട് വളം ഇട്ട് കൊടുക്കാം. അപ്പൊ വളം ഇട്ട് കൊടുക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ചാരമാണ് ഇട്ട് കൊടുക്കണം. വേറെ ഒരു വളവും വേണ്ടട്ടാ. നമുക്ക് ഒരു ചെലവില്ലാത്തതാണ് ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മുടെ വീട്ടില് ഈ വിറക് കത്തിക്കണതോ അല്ലെങ്കിൽ കരിയിലെ മടലൊക്കെ കത്തിച്ച് നമുക്ക് ചാരം കിട്ടുമല്ലോ. ആ ചാരം മാത്രം മതി ചെറുകിഴങ്ങ് ഉണ്ടാകാനായിട്ട്. അപ്പൊ നമുക്കിപ്പോ ചാരം ഇട്ട് കൊടുക്കാം. അപ്പൊ ചാരോണി കാണാണ്ട. അപ്പൊ നമ്മ ചാക്കില് കണ്ട ഇതേപോലെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണ്ട. നമ്മ അടിയിൽ നമ്മ കുറച്ച് എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടിരുന്നതായിരുന്നു. പിന്നെ നമ്മ പ്രത്യേകിച്ച് യാതൊരു വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ഈ ചാരവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വേറെ ഇനി ഒരു വളവും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കണ്ട ചെറുകിഴങ്ങ് നട്ടിരിക്കണവരൊക്കെ ചാരം ഇട്ട് കൊടുക്കുക. ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ചാരം. നമുക്ക് കടയിൽ നിന്നൊന്നും പൈസ കൊടുത്തു മേടിച്ച വളമൊന്നും നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ചാരം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പറമ്പിലെ കരിയിലൊക്കെ തന്നെ നമുക്ക് വാരി നിറച്ചുകൊണ്ടേ ഇരിക്കാം. അതൊക്കെ പൊടിഞ്ഞ് അവിടെ കിടന്ന് വളവിക്കൊണ്ടിരിക്കും. വേറെ പ്രത്യേകിച്ച് യാതൊരു പരിചരണവും വേണ്ട. യാതൊരു കീടങ്ങളുടെ ശല്യങ്ങളും ഒന്നും ചെറുകിഴങ്ങിന് ഉണ്ടാവൂല കേട്ടാ. നമുക്ക് മറ്റുള്ള വിളകൾ പോലെ ഇലകളൊക്കെ പുഴു തിന്നല് അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങള് നമ്മുടെ ചെറുകിഴങ്ങിനില്ല. ഇലകൾക്കൊന്നും യാതൊരു പുഴുക്കളുടെ കേടോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കിഴങ്ങനം തന്നെയാണ് ഈ ചെറുകിഴങ്ങ്. അപ്പൊ മരമില്ലാത്തവർക്ക് ഇതേപോലെ വല്ല മതിലൊക്കെ ഇട്ടെങ്കിൽ കണ്ട ഞാനിവിടെ ചാക്കിൽ വെച്ചിട്ട് മതിലുമലയൊക്കെ പടർത്തി കൊടുത്തേക്കണേണ്. മതിലുമലക്ക് ഇതേപോലെ പടർന്ന് കിടന്നോളൂട്ടാ.
അപ്പൊ മരവും തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് മതിലേലൊക്കെ പടർത്താൻ പറ്റിയതാണ് ഈ ചെറുകിഴങ്ങ്. കണ്ട ഇതേപോലെ നമ്മ ഒരു കമ്പിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് തെങ്ങുമ്മലും നമുക്ക് ഇതേപോലെ പടർത്തിയിട. കണ്ട കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കിടക്കട കാണാൻ തന്നെ കണ്ടില്ലേ, നമുക്ക് നല്ല ഭംഗിയില് ഇത് കിടക്കുകയും ചെയ്യും. കണ്ട നമുക്ക് നല്ലോണം നമ്മുടെ ഇവിടെ പഴയ ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ നട്ടുകൊടുത്തേക്കണത്. അപ്പൊ നമുക്ക് ബാഗ് നിറച്ച് ചെറുകിഴങ്ങ് പറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ സമയത്ത് ചെറുകിഴങ്ങ് നട്ടേക്കണവരൊക്കെ ഈ ചാരം ഇട്ടുകൊടുക്കുക. നമുക്ക് യാതൊരു ചെലവില്ലാത്താണ് ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് നനക്കൊന്നും വേണ്ട, ഇപ്പൊ മഴയുള്ള ടൈമാണ്, നനക്കൊന്നും വേണ്ട, പ്രത്യേകിച്ച് പരിചരണങ്ങളും വേണ്ട. അപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.